തുടക്കം ഒന്ന് പാളിയെങ്കിലും പിന്നീട് അഭിനയം പഠിച്ച് സിനിമ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഫഹദ് ഫാസിലിൻ്റെ രണ്ടാം വരവ്. കയ്യെത്തും ദൂരത്തിലെ അതേ താരം തന്നെയാണോ ജാപ്പാക്കുരിശിൽ അഭിനയിച്ചതെന്ന് സംശയിച്ചു പോകുന്ന തരത്തിലുള്ള മാറ്റമായിരുന്നു പിന്നീട് താരത്തിൽ കണ്ടത്. ഇന്ന് മലയാളവും തമിഴും കടന്ന് ഫഹദിൻ്റെ ഖ്യാതി അങ്ങ് ബോളിവുഡിൽ വരെ എത്തിക്കഴിഞ്ഞു. ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെട്ട അഭിനേതാവ് ആരാണെന്ന് ഏത് താരത്തോട് ചോദിച്ചാലും ഭൂരിഭാഗം പേരും ആദ്യം പറയുക ഫഹദിൻ്റെ പേരായിരിക്കും. പുഷ്പ സീരീസും ആവേശവുമെല്ലാമാണ് നോർത്ത് ഇന്ത്യക്കാർക്കും ഫഹദ് പ്രിയങ്കരനാകാൻ കാരണമായത്. കോടികളാണ് താരം ഓരോ സിനിമകൾക്കും പ്രതിഫലമായി കൈപ്പറ്റുന്നത്. സിനിമാ തിരക്കുകൾ കഴിയുമ്പോൾ ലിസ്റ്റിലെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി യാത്രകൾ പതിവാണ് നടന്നത്. എന്നാൽ വർഷങ്ങളായി ഫഹദ് ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം ഇതുവരെ ഫഹദിന് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തൻ്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പേർലി മാണി ഷോയിൽ അതിഥിയായി എത്തിയപ്പോൾ വർഷങ്ങളായി ബക്കറ്റ് ലിസ്റ്റിലുള്ള ആഗ്രഹത്തെക്കുറിച്ച് നടൻ മനസ്സ് തുറന്നു. ഇതിലൊന്ന് ബാഴ്സലോണയിൽ പോയിട്ടുള്ള ഊംബർ ഡ്രൈവിംഗ് ആണ്. അങ്ങനെ ഒരു ആഗ്രഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: നല്ലതല്ലേ, ആളുകളെ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കാം. കൊച്ചിയിൽ ഊംബർ ഡ്രൈവിംഗ് താല്പര്യമില്ല, ട്രാഫിക് വളരെ കൂടുതലാണ്. സെൽഫി ചോദിക്കാത്ത ആരാധകരോട് അങ്ങോട്ട് പോയി സംസാരിക്കാൻ താല്പര്യമുള്ള വ്യക്തി കൂടിയാണ് താരം. സെൽഫി ചോദിക്കാത്ത ആരാധകരെ തനിക്കിഷ്ടമാണ്. അവരോട് അങ്ങോട്ട് പോയി സംസാരിക്കാൻ തോന്നും. എന്നോട് സെൽഫി ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കും. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളോട് സംസാരിക്കുന്നതിനെയാണ് താൻ കൂടുതൽ വാല്യൂ ചെയ്യുന്നത് എന്നാണ് ഫഹദ് പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. ഫാൻസ് വന്നാൽ അവർക്കൊപ്പം ഇരുന്ന് ഞാൻ ഒരുപാട് സംസാരിക്കും. എനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഇഷ്ടമാണ്. അവർ പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ സെൽഫി എടുക്കുന്നില്ലേ എന്ന്. ചിലപ്പോൾ വേണ്ടാത്തത് കൊണ്ട് ചോദിക്കാത്തതാവാം എന്ന് പേർലിയും പറയുന്നുണ്ട്. വലിയൊരു സൗഹൃദ വലയം സിനിമയ്ക്ക് അകത്തും പുറത്തും ഫഹദിനുണ്ട്. അവരുടെ പിറന്നാളുകൾ ഭാര്യ നസ്രിയ ആഘോഷമാക്കാറുണ്ട്. തനിക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്പെഷ്യലായ ഗിഫ്റ്റ് ഭാര്യ പിറന്നാളിന് സമ്മാനിച്ചിട്ടുള്ള സമ്മാനങ്ങൾ തന്നെയാണ് എന്നാണ് ഫഹദ് പറയാറുള്ളത്. പൊതുവെ ഇൻട്രോവേർട്ടായ ഫഹദിനെയാണ് പ്രേക്ഷകർക്ക് ഏറെയും പരിചിതം. എന്നാൽ ഇത്തവണ പേളിയുടെ ഷോയിൽ അതിഥിയായി വന്നപ്പോൾ വളരെ ഹാപ്പിയായി, കൂളായി തഗ്ഗും തമാശകളും പറഞ്ഞ് പേളിയുമായി കട്ടയ്ക്ക് സംസാരിച്ച് പൊരുതുന്ന ഫഹദിനെയാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത്. ബോഗീനവില്ലയ്ക്ക് ശേഷം റിലീസിന് എത്തുന്ന ഫഹദിൻ്റെ മലയാള സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. അൽതാഫ് സലീമാണ്